നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന, പെൻഷനുകൾ, അലവൻസുകൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനും പുതുക്കുന്നതിനും സർക്കാർ നിയമിക്കുന്ന സ്ഥാപനങ്ങളാണ് ശമ്പള കമ്മീഷനുകൾ. സാധാരണയായി 10 വർഷത്തിൽ ഒരിക്കൽ സ്ഥാപിക്കപ്പെടുന്ന ഈ കമ്മീഷനുകൾ ജീവിത ചെലവ്, പണപ്പെരുപ്പം, സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനവിനും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ ക്രമീകരണത്തിനും കാരണമായേക്കാവുന്ന മാറ്റങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നു. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2014 രൂപീകരിച്ച് 2016 മുതൽ നടപ്പിലാക്കിയ 7ാം ശമ്പള കമ്മീഷന്റെ കീഴിലാണ് ശമ്പളം ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. പെൻഷൻ 9,000 രൂപയും. ഫിറ്റ്മെന്റ് ഘടകം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്നത്. ഫിറ്റ്മെന്റ് ഘടകം എന്നത് സർക്കാർ അതിന്റെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെട്രിക്കാണ്. അതേസമയം വേതനം കണക്കാക്കാൻ ഡോക്ടർ വാലസ് ഐക്രോയിഡിറ്റ് വികസിപ്പിച്ചെടുത്ത ഐക്രോയിഡിറ്റ് ഫോർമുല സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഫോർമുല അനുയോജ്യമായ ശമ്പളം കണക്കാക്കുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ആവശ്യ ചെലവുകൾ കണക്കിലെടുത്ത് ഒരു ശരാശരി തൊഴിലാളിയുടെ പോഷക ആഹാര ആവശ്യങ്ങളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭ അടുത്തിടെ 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ചു. മാത്രമല്ല സർക്കാർ പുതിയ CPC രൂപീകരിക്കുകയും വിജ്ഞാപനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശമ്പള കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ അത് പ്രതിരോധ സേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏകദേശം 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഏകദേശം 69 ലക്ഷം പെൻഷൻകാരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. 1ാം ശമ്പള കമ്മീഷൻ മുതൽ 7ാം ശമ്പള കമ്മീഷൻ വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം എങ്ങനെ വ്യത്യസ്തപ്പെട്ടുവെന്ന് നമുക്ക് നോക്കാം. 7ാം ശമ്പള കമ്മീഷൻ വെച്ച് നോക്കുമ്പോൾ 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം നിലവിൽ പ്രതിമാസം 18,000 രൂപയാണ്. പരമാവധി അടിസ്ഥാന ശമ്പളം 2,25,000 രൂപയും. ക്യാബിനറ്റ് സെക്രട്ടറി തുടങ്ങിയ ഉന്നത തസ്തികകളിൽ പ്രതിമാസം 2,50,000 രൂപയാണ് ലഭിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള യഥാർത്ഥ ശമ്പള വർധനവ് ഡിയറൻസ് അലവൻസ് ഉൾപ്പെടെ 14.30% 2014 മുതൽ 16 7ാം ശമ്പള കമ്മീഷൻ. 6ാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ 6ാം ശമ്പള കമ്മീഷൻ കേന്ദ്ര ശമ്പള കമ്മീഷൻ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ എൻട്രി ലെവൽ ശമ്പളം 7,000 രൂപയായി നിശ്ചയിച്ചു. പരമാവധി അടിസ്ഥാന ശമ്പളം 80,000 രൂപയായി പരിമിതപ്പെടുത്തിയിരുന്നു. ഈ ശമ്പള കമ്മീഷന്റെ കീഴിലുള്ള യഥാർത്ഥ ശമ്പള വർധനവ് DA ഉൾപ്പെടെ 54%. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുക 2006 മുതൽ 8 6ാം ശമ്പള കമ്മീഷൻ. 5ാം ശമ്പള കമ്മീഷൻ വന്ന് നോക്കുമ്പോൾ 5ാം ശമ്പള കമ്മീഷൻ സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും കുറഞ്ഞ എൻട്രി ലെവൽ ശമ്പളം അതായത് 2,05,050 രൂപയായി നിശ്ചയിച്ചിരുന്നു. പരമാവധി അടിസ്ഥാന ശമ്പളം 26,000 രൂപയായി നിലനിർത്തിയിരുന്നു. ഈ ശമ്പള കമ്മീഷൻ കീഴിലുള്ള യഥാർത്ഥ ശമ്പള വർധനവ് DA ഉൾപ്പെടെ 31%. 1994 മുതൽ 97 5ാം ശമ്പള കമ്മീഷൻ. അത് അടുത്ത ശമ്പള കമ്മീഷനാണ്. ഈ ശമ്പള കമ്മീഷൻ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ എൻട്രി ലെവൽ ശമ്പളം 750 അത് 4ാം ശമ്പള കമ്മീഷൻ. പരമാവധി അടിസ്ഥാന ശമ്പളം 8,000 രൂപയായി നിശ്ചയിക്കുകയും 4ാം ശമ്പള കമ്മീഷൻ പ്രകാരം DA ഉൾപ്പെടെ യഥാർത്ഥ ശമ്പള വർധനവ് 27.63%. 1983-86 4ാം ശമ്പള കമ്മീഷൻ. ഇനി 3ാം ശമ്പള കമ്മീഷൻ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ എൻട്രി ലെവൽ ശമ്പളം 196 രൂപയായിരുന്നു. പരമാവധി അടിസ്ഥാന ശമ്പളം 3,500 രൂപയായിരുന്നു. 3ാം ശമ്പള കമ്മീഷൻ പ്രകാരം DA ഉൾപ്പെടെ യഥാർത്ഥ ശമ്പള വർധനവ് 20.60 72-73 3ാം ശമ്പള കമ്മീഷൻ. ഇനി 2ാം ശമ്പള കമ്മീഷന്റെ കീഴിൽ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ എൻട്രി ലെവൽ ശമ്പളം 80 പരമാവധി അടിസ്ഥാന ശമ്പളം 3,000 രൂപയായിരുന്നു. 2ാം ശമ്പള കമ്മീഷൻ പ്രകാരം DA ഉൾപ്പെടെ യഥാർത്ഥ ശമ്പള വർധനവ് 14.20%. 1957-59 2ാം ശമ്പള കമ്മീഷൻ. 1ാം ശമ്പള കമ്മീഷൻ എന്ന് നോക്കുമ്പോൾ അത് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രാഥമിക ശമ്പളം 55 രൂപയായാണ് അന്ന് നിശ്ചയിച്ചിരുന്നത്. അതേസമയം പരമാവധി അടിസ്ഥാന ശമ്പളം 2,000 രൂപയായിരുന്നു. 1946-47 1ാം ശമ്പള കമ്മീഷൻ ഉണ്ടായത്. എന്നാലും ഇനി വരുന്ന 8ാം ശമ്പള കമ്മീഷനിൽ നല്ല രീതിയിലുള്ള ഒരു വർധനവ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടാനുള്ള സാധ്യത ആണ് ഇപ്പോൾ ഉള്ളത്.